CPM പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ ജി സുധാകരനെതിരെ ആക്രമണം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ ജി സുധാകരനെ വർഗവഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇന്ന് ഒരു പടി കൂടി കടന്നുള്ള ആക്രമണമാണ് നടത്തിയത്. ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് പിണറായി പറഞ്ഞു. മനോരമ ന്യൂസിൽ ജോണി ലൂക്കോസിന് നൽകിയ അഭിമുഖത്തിലാണ് പിണറായി സുധാകരനെതിരെ ആഞ്ഞടിച്ചത്. സുധാകരനെ കുറിച്ച് പറയാൻ മറ്റൊരു വാക്കില്ലെന്നും പിണറായി ആവർത്തിച്ചു. പാർട്ടിക്ക് എല്ലാവരും സമന്മാരാണ്, ആർക്കും പ്രത്യേകതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജി സുധാകരനെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം കെ സുധാകരനെ പുകഴ്ത്തി എന്നതും ശ്രദ്ധേയമായി. ഞാൻ എപ്പോഴും പാർട്ടിക്ക് വിധേയനായാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കാലവും പാർട്ടിക്ക് വിധേയമായി തന്നെ പ്രവർത്തിക്കണം. പാർട്ടി എടുക്കുന്ന നിലപാടാണ് പ്രധാനം. വ്യക്തി പാർട്ടിക്ക് അതീതനായാൽ അത് തിരുത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എടുത്ത നിലപാടിനെ മുഖ്യമന്ത്രി ശാസിച്ചു. വിയോജിപ്പ് പ്രകടിപ്പിച്ച ശേഷവും കെ സുധാകരൻ സ്വന്തം പാർട്ടിക്ക് വിധേയനായി. അത് നല്ല നിലപാടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുതിർന്ന CPM നേതാവ് TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ പാർട്ടിക്കെതിരായി നിലപാടെടുക്കുമെന്ന് കരുതിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തളിപ്പറമ്പിൽ വനിതാ സ്ഥാനാർത്ഥി വേണമായിരുന്നു, അതിന് പറ്റിയതാരെന്ന് പരിശോധിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ PK ശ്യാമളയാണ് നല്ല സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ ശ്യാമളയേക്കാൾ നല്ല വനിതാ സ്ഥാനാർത്ഥിയില്ല. MV ഗോവിന്ദന്റെ ഭാര്യയാകുന്നതിന് മുമ്പേ അവർ പാർട്ടിയിലുണ്ട്. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആർക്കും തോന്നിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ വിശ്വാസികൾ തൃപ്തരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SIT അന്വേഷണത്തിൽ സർക്കാർ ഇടപെടൽ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDFിനോട് അടുക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ ചിലർക്ക് ഭയമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നു. അതിന് മുസ്ലിം ലീഗും കൂട്ടുനിൽക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് BJPയുടെ B ടീം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM CJP എന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കോൺഗ്രസ് ആദ്യം തന്നെ കുളം കലക്കുന്നു, അത് പ്രയോജനമാകുന്നത് BJPക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിൽ PR ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ രാഷ്ട്രീയമില്ല. തിരുവനന്തപുരത്തെ സമരത്തിനിടെ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പ് പിടിച്ചത് അവിചാരിതമായിരുന്നുവെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം ഉണ്ടാക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കും. UDF ജയിച്ച ശേഷം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. 2021 തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടിയിരുന്നില്ല. അതിൽ വിഷമമില്ല. കുട്ടികളുടെ പരിപാടിയിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ വലിയ ഇഷ്ടമാണെന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു.